ലേഡീസിനായിട്ട് പറയേണ്ട കാര്യം കേട്ടോ. നിങ്ങൾ അങ്ങനെ അല്ലേന്ന് ആലോചിക്കുക. നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സ്റ്റൈലാണ്, ഓട്ടോമാറ്റിക്കായി പറഞ്ഞാൽ ബ്രസ്റ്റൊക്കെ നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല അത്രയും ഭംഗിയുള്ള ഒരു ബ്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ നിന്ന് ഓപ്പണായിട്ട് ഡ്രസ്സ് മാറും ഇല്ലേ? അല്ലാത്തവരാണെങ്കിലോ നിങ്ങൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ആ ഡ്രസ്സ് മാറില്ല, നിങ്ങൾ മാറിയെന്ന് മാറും. ഭാര്യമാരെ കളിയാക്കുന്ന ഒരു സാധനമാണ് ദെൻ ആഫ്റ്റർ ഡെലിവറി അവരുടെ വയറ് ചീത്തയായി, അവരുടെ ബോഡി മൊത്തം ചീത്തയായി എന്നുള്ള ഒരു സംഭവം. ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്, ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിന്ന് വന്നത്. ചുമ്മാ വെറുതെ ജിമ്മിൽ പോയി വെയിറ്റ് അടിക്കുക എന്നുള്ളതല്ല, ആളുടെ ഒരു പോസ്റ്റർ കറക്ഷൻ ക്ലിയർ ആക്കുക. എൻ്റെ അടുത്ത് കൂടുതൽ ലേഡീസാണ് വരാറ്, കാരണം മാരേജിന് വേണ്ടി റെഡിയാവാൻ, അങ്ങനെ റെഡിയാവാൻ മോഡൽസ് അവരവരൊക്കെ. അപ്പോൾ ഞാൻ അവരെ റെഡിയാക്കുമ്പോഴും എന്നോട് എപ്പോഴും പറയാറുണ്ട്, ജിൻ്റെ ഈ പെൺപിള്ളേരെ മാത്രമേ വർക്കൗട്ട് ചെയ്യിക്കുള്ളൂ എന്നൊരു ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞാൽ അതേടാ പെൺപിള്ളേരെ മാത്രമേ വർക്കൗട്ട് ചെയ്യിക്കുള്ളൂ, എൻ്റെ ഇഷ്ടമല്ലേ എന്ന്. അപ്പോൾ ഞാൻ ആ മറുപടി അതേ കൊടുക്കാറുള്ളൂ, കാരണം അതെ അയ്യോ അതിനൊരു എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കാറില്ല. അവൻ പറഞ്ഞതാണ് ശരി. കൂട്ടുകാർ മാത്രമല്ല എല്ലാവരും ചോദിക്കും, കാരണം എല്ലാവർക്കും അതൊരു ചോദിച്ചിട്ടാണ്. എന്താണ് എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ഇല്ലേ? ആണും പെണ്ണും ഇല്ലേ? എല്ലാ സുഖങ്ങളും. പിന്നെ പെണ്ണിന് മാത്രമാണ്, ആണിന് മാത്രം എന്ത് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ഉണ്ട്. പെണ്ണ് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഞാൻ 10 മാസം തന്നെ ചുമന്ന് പറ്റിയതാണ്. ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊന്നു പോലെ ഒരു 10 മാസം ചുമന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എത്ര സ്ട്രഗിൾ അവൾ എടുത്തിട്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഭർത്താക്കന്മാർ കൂടുതലും ഭാര്യമാരെ കളിയാക്കുന്ന ഒരു സാധനമാണ് ദെൻ ആഫ്റ്റർ ഡെലിവറി അവരുടെ വയറ് ചീത്തയായി, അവരുടെ ബോഡി മൊത്തം ചീത്തയായി എന്നുള്ള ഒരു സംഭവം. നിങ്ങളും ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്, ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിന്ന് വന്നത്. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ആളോട് ഞാൻ ചോദിക്കാം, അത് നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വായിൽ നോക്കുന്നത് പെണ്ണുങ്ങളെയാണ്. നിങ്ങൾക്ക് അറിയില്ലാണ്ടാണ്. ഈ പെൺപിള്ളേരും വായിൽ നോക്കുന്നത് കൂടുതലും പെൺപിള്ളേർ തന്നെയാണ്. ഈ പെൺപിള്ളേരെ സൗന്ദര്യം ആസ്വദിക്കാനുണ്ട്, അതൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു ഭംഗിയുണ്ട്. ലേഡീസ് ഒപ്പമുള്ള ഒരു ഡ്രസ്സിങ് റൂം, അപ്പോൾ ലേഡീസ് മാത്രമാണ് ഡ്രസ്സ് മാറാനുള്ളൂ. ഇത് ലേഡീസിനായിട്ട് പറയേണ്ട കാര്യം കേട്ടോ. നിങ്ങൾ അങ്ങനെ അല്ലേന്ന് ആലോചിക്കരുത്. അതായത് നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സ്റ്റൈലാണ്, നല്ല ഓട്ടോമാറ്റിക്കായി പറഞ്ഞാൽ ബ്രസ്റ്റൊക്കെ നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല അത്രയും ഭംഗിയുള്ള ഒരു ബ്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ നിന്ന് ഓപ്പണായിട്ട് ഡ്രസ്സ് മാറും ഇല്ലേ? അല്ലാത്തവരാണെങ്കിലോ? നിങ്ങൾ മനസ്സിലാക്കിയേക്ക്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? നിങ്ങൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ആ ഡ്രസ്സ് മാറില്ല, നിങ്ങൾ മാറിയെന്ന് മാറും. നിങ്ങൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഞങ്ങൾക്ക് ഷെയിമാണെന്ന്. ഷെയിമല്ല അവിടെ വർക്കാവണം. അതെന്താ വർക്കാവണമെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ ലേഡീസിൻ്റെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് അവരൊരു കോൺഫിഡൻസ് ആണ്. ഇന്ന് അത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളായാലും ആൺപിള്ളേരായാലും ഒരു ഭംഗിയായിട്ടിരിക്കാൻ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കും. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് അഭിനയിച്ചുകൂടെ, കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയുന്നു നമുക്ക് ജീവിതത്തിൽ അഭിനയിക്കണം ഇഷ്ടം. അവരുടെ പറച്ചിലതാണ്. എനിക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയില്ല. ഞാൻ എല്ലാവരും സ്നേഹിച്ചു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം നമുക്കതിൽ അറിയില്ലാണ്ടല്ല, ഇപ്പോൾ അറിഞ്ഞാൽ പോലും ഞാൻ ഒരു ആപത്ത് വന്നാലാണ് എൻ്റെ വില മനസ്സിലാവുള്ളൂ. അവർക്കറിയാം. കാരണം ഒരു കോളിൻ്റെ മുമ്പ് എന്തായാലും ഞാൻ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജിൻ്റെ മാഷിൻ്റെ നമ്പർ കാണാപ്പാടെ പഠിച്ചു വെക്കണം. അത് മിക്ക ആൾക്കാരും അറിയണ ഒരു കാര്യമാണ് ആ നമ്പർ. അമിതമായി സ്നേഹിച്ചെന്ന് വെച്ചാൽ നമ്മളുടെയും കുറവുകളുണ്ടാവും ആ സ്നേഹത്തിന്. ഞാൻ പൂർണ്ണമായിട്ട് നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തരുത്. നമ്മൾ ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കുന്നത് ആ സ്നേഹം അവർക്കത് സ്നേഹമായിട്ട് തോന്നുന്നില്ലെങ്കിലോ? കാരണം നമ്മളുടെ കാഴ്ചപ്പാടിലാണ് ആ സ്നേഹം, എൻ്റെ കാഴ്ചപ്പാടിലാണ്. അവരെ കാഴ്ചപ്പാട് ചിലപ്പോൾ അത് ശരിയായിരിക്കില്ല. ഇപ്പോൾ ഞാനൊരു മാരേജ് ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നതാ, അപ്പോൾ വീണ്ടും വേണ്ടാന്ന് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത് തക്കതായ ഒരു കാരണം ഉണ്ടായിട്ടാണ്. എനിക്ക് അതെന്താന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാലും ദൂഷ്യം വരുന്ന വേറെ ആൾക്കാർക്കാണ്. എനിക്കത് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞ് ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം ഞാനും പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ ആരും കുറ്റം പറയുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരു ലീവിങ് ടുഗദറായിട്ട് ആർക്കും താല്പര്യം പോരാട്ടോ. നല്ലാടി അത് ഇനിയിപ്പോൾ അതാണ് അത് എനിക്ക് തോന്നാനാണല്ലോ. കുറച്ച് നാൾ ലീവിങ് ടുഗദറായിട്ട് ജീവിച്ചിട്ട് നമുക്ക് താല്പര്യമുണ്ടോ, രണ്ടുപേർക്കും താല്പര്യമുണ്ടോ കല്യാണം കഴിക്കാം.
താല്പര്യമില്ലേ കല്യാണം കഴിക്കണ്ട. ശരിക്കും എന്താ ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്ക് മിക്കവാറും എന്നെ കയറി കയറ്റാൻ വഴിയുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ചിന്തിച്ചോ, ഈ സമൂഹം അങ്ങനെ മാറാൻ ചാൻസ് കൂടുതലാണ്. കാരണം എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാം. കാരണം നിങ്ങളൊരു കൊച്ചിനെ നിർബന്ധമായിട്ട് ഒരാളുടെ കെട്ടിച്ചു കൊടുക്കണം, ആ അനുഭവിക്കുന്ന പെൺകുട്ടിയാണ്, നിങ്ങളല്ല. കാരണവന്മാർ മനസ്സിലാക്കാം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ കൈ വിട്ടു പോകണം. ബിഗ് ബോസിനകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്നാണ് ഈ ജാൻമണി ആയിട്ടുള്ള സൗഹൃദം ജില്ലയുടെ. അപ്പം ഇപ്പൊ കോണ്ടാക്ട്സ് ഉണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് സൗഹൃദം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? ഞാൻ ജാൻമണി നാള് എന്തോ പറഞ്ഞു, ഇങ്ങനെ എന്താ പറയുക, ജിന്നു ചേട്ടൻ്റെ 50,000 കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ജിന്നു ചേട്ടൻ 50,000 കൊണ്ടുപോയത് 50,000 കടം മേടിച്ചതല്ല കേട്ടോ. അതായത് അവിടെ ഒരു പ്രോഗ്രാം നടന്നായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യാനെറ്റിൽ തന്നെ. അതിനകത്ത് ഞങ്ങൾക്ക് രണ്ടാം കൂടി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 കിട്ടും. അത് 25,000 രൂപ ജാൻമണിക്ക്, 25,000 രൂപ എനിക്കുമാണ്. പക്ഷേ നമ്മൾ പ്രതികരിക്കാണ്ട് വെറുതെ നിന്ന് വിൻ ചെയ്യണത് എനിക്കിഷ്ടമല്ല, അതൊരു വിന്നല്ല. മനസ്സിലായോ? നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. കാരണം എന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഒരു 2 പേരുടെ ലുക്ക് കാണാനായിട്ട് ഞാൻ സൈഡിലാണ് നിൽക്കണം. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഒറിജിനൽ ഡാൻസുകാരൻ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സൈഡിൽ നോക്കി കാണാൻ മനസ്സിലാവില്ല, നേരെ തന്നെ പോയി നിൽക്കണം. അപ്പോൾ നേരെ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് നേരെ പോയി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി, എനിക്ക് നേരെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. അവിടെയാണ് എൻ്റെ മിസ്റ്റേക്കാണത് ശരിക്കും പറഞ്ഞാൽ. കാരണം അവിടുത്തെ ഇതനുസരിച്ച് അവിടെ പോകാൻ പാടില്ലെന്ന് അവർ ജഡ്ജ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാനത് വകവയ്ക്കുള്ള, കാരണം എനിക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ലോട്ടറി ഇടുന്ന പോലെ പറയേണ്ടി വരും, പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിന്നാലേ പറയാൻ പറ്റുള്ളൂ, എന്നാലാണ് അവൻ ഡാൻസുകാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് പോയത് അത് ഗെയിമിൻ്റെ ഭാഗമാണ്. ഗെയിമിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റും, എൻ്റെ മിസ്റ്റേക്ക് ആവാം. ജാൻമണി സോറി, ക്ഷമിക്കുക. പൈസയൊക്കെ നമുക്ക് ഇന്ന് നാളെ ഉണ്ടാക്കാം, എത്ര ഉണ്ടാക്കാം. ജിന്നു ചേട്ടനില്ലേ അടിച്ചു പൊളിക്കാം. അയ്യേ, ജാൻമണി അങ്ങനെയൊക്കെ പറയും ചുമ്മാ, പാവാണ്. അത് അവരെന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ അവർക്ക് സ്നേഹം കൂടിയിട്ടാണെന്ന് വിചാരിച്ചത്. അത് നമ്മൾ പിണങ്ങിയിരിക്കുക, നമ്മൾ ആരോടും പിണങ്ങില്ല. ജാൻമണിക്ക് നമ്മളോട് പിണങ്ങാനും പറ്റില്ല. അത് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ ഇല്ല. എന്താ കാരണം വെച്ചാൽ അത് അവരവരുടെ വ്യക്തിപരമായിരുന്നു. ജാസ്മിനെ, ഇബ്രീൻ, ഇത് ചോദ്യത്തിന് ഞാൻ എന്താ മറുപടി കൊടുക്കണേന്ന് ഇവരുടെ നമുക്കിട്ട് പടിയാളെ നിങ്ങളടിച്ച് പൊളിക്കും മക്കളെ. അത് ഇവരാരും നോക്കാൻ, നിങ്ങളുടേതായ ലൈഫുണ്ട്, ആരും പോകാൻ പറ. കാരണം ഇത് ബിഗ് ബോസ് അല്ലേ ജാസ്മിൻ, ഗബ്രി, അവരൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടംപോലെ നടക്കാം. നിങ്ങളെന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാം. അത് മറ്റുള്ളവരോട് പറയേണ്ടത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, അവരോട് പറയേണ്ട ആവശ്യമില്ല. അതിനുള്ള മറുപടി എന്നോട് ചോദിച്ചാലും ഞാനും പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയില്ല, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം നമ്മൾ ഗെയിമിൽ അവിടെ നല്ല അടി നടത്തിയിട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ ഗേറ്റ് വിട്ട് പുറത്തേക്ക് കിടന്ന് ഞാൻ പഴയ ആളാണ്, നിങ്ങളും പഴയ ആളാണ്. നമ്മളിതുവരേക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല, എനിക്കറിയാം. നിർബന്ധമില്ല എനിക്ക്, വെറുതെ പറഞ്ഞത് പണിയായി. വാവിട്ട് പോയി, കൈവിട്ട് ആയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ.